ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം കൂടാൻ പോയാലോ? ഞങ്ങളുടെ നാടായ കരകുളം ശ്രീദേവി ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളുമായി കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഏപ്രിൽ 3-ാം തീയതിയോടുകൂടി അവസാനമാണ്. അപ്പം അവിടെ നടക്കുന്ന ഓരോ ദൃശ്യങ്ങളാണ് നിങ്ങളുമായിട്ട് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാണിക്കുന്നു. അപ്പോൾ ഓരോ വർഷവും വളരെ സജീവമായി തന്നെ ഈ പൊങ്കാല മഹോത്സവം കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും കൊണ്ടാടുന്നുണ്ട്. അപ്പം ദേവി ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം ദേവി വരുന്ന സ്ഥലങ്ങളിൽ ഭക്തജനങ്ങൾ നിറപറ വെച്ച് ദേവിയെ സ്വീകരിച്ച് ആനയിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി ഇന്ന് അമ്പലത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലേക്കാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് കാണുന്നത്. എന്തുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു നാടൊട്ടാകെ ഉണ്ടായിരുന്നു ഈ ആഘോഷ പരിപാടികളിൽ. അതിലും ജാതിഭേദമന്യേ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ആഘോഷ പരിപാടികൾ വ്യത്യസ്തമായിരിക്കും. ഞങ്ങളുടെ നാട്ടിലും ഓരോ പരിപാടികളും, അതായത് ഉത്സവ പരിപാടികളും വ്യത്യസ്തമായി തന്നെ കൊണ്ടാടുന്നുണ്ട്. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉത്സവ സീസൺ ആയി കഴിഞ്ഞാൽ തന്നെ അതൊരു വൈബ് തന്നെയാണ്. കാരണം ആ ഒരു സീസൺ വരാൻ കാത്തിരിക്കും. കാരണം നമ്മളോടനുബന്ധിച്ചുണ്ടാകുന്ന കാഴ്ചകൾ, ഇപ്പം വേറെ സ്ഥലങ്ങളിൽ നിന്ന് പോയി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് കാണാൻ സാധിക്കുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ ഒരുപാട് കലാപരിപാടികൾ പങ്കെടുക്കുക, ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഈ ചെണ്ടമേളമൊക്കെ തന്നെയാണ്. അത് ഒരു എന്തു പറയാൻ, ഓരോ മലയാളികളുടെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈബ് തന്നെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്തു പറയുക, അവിടെ തടിച്ചു നിൽക്കുന്ന ജനങ്ങളെല്ലാം അതിനൊപ്പം നൃത്തം ചെയ്യുകയും അവരെ ആസ്വദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഓരോ നിമിഷവും വളരെ സന്തോഷമായിട്ട് തന്നെയാണ് കടന്നു പോയത്. ഇപ്പം എനിക്കും ആസ്വദിക്കാൻ സാധിച്ചു. അതുപരി നിങ്ങളെ കൂടെ ഈ കാഴ്ചകളെല്ലാം കാണിക്കുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചെണ്ടമേളം തിമിർക്കുന്നതോറും ആൾക്കാർ അതിനനുസരിച്ച് നൃത്തം ചെയ്യുകയും കണ്ടില്ലേ. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഇതെന്തു പറയുന്നത്, ഓരോ വർഷവും ഓരോ ആഘോഷങ്ങളും സത്യം പറഞ്ഞാൽ വ്യത്യസ്തമായി തന്നെ അവതരിപ്പിച്ച് മുമ്പോട്ട് പോകാറാണ് പതിവ്. അതെല്ലാം കാണിക്കുക. അതിൽ ഏറ്റവും ഉപരിയായിട്ട് എടുത്ത് പറയേണ്ടത് ഈ ഡാൻസാണ്. പ്രത്യേകിച്ച് നല്ല കണ്ണിന് വളരെ കുളിർമയേകിയ ഒരു കാഴ്ച തന്നെയാണ്. അതിൽ വളരെ എന്താ പറയുക, നല്ല രസമാണ് നമുക്ക് കണ്ട് നിൽക്കാൻ. നമുക്ക് അവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല, കണ്ട് നിൽക്കാൻ തന്നെയാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഈ ദൃശ്യങ്ങളും ഈ സന്തോഷമേറിയ കാഴ്ചകളും അപ്പോൾ ഇനി അടുത്ത വർഷത്തിലേക്കൊരു കാത്തിരിപ്പുണ്ട്. അതെല്ലാ വർഷവും കാണുന്നതാണ്. അപ്പോൾ ഈ എന്താ പറയുക, വളരെ സജീവമായ ഈ കാഴ്ചകൾ, അതിലുപരി ഈ ഫ്ലോട്ട് ഡെക്കറേഷൻസ് ഒക്കെയാണ് ഓരോ വർഷവും ഓരോ പുതിയ തീമുകൾ അനുസരിച്ച് കൊണ്ടുവരുന്നത്. അതും കലാകാരന്മാരായിട്ടുള്ള ആൾക്കാരുടെ കഴിവ് തന്നെ. അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അപ്പോൾ ഓരോ വർഷവും ഓരോ തീമുകളായിരിക്കും കൊണ്ടുവരുന്നത്. കണ്ടില്ലേ, അത് ഓരോ വ്യത്യസ്തം, ഒന്നിനൊന്നിന് വൈവിധ്യങ്ങളാണ് കാണുന്നത്. ഈ കാഴ്ചകളും എന്താ പറയുക, ഈ ആഘോഷങ്ങളും സത്യം പറഞ്ഞാൽ ഈ നാടും നാട്ടുകാരും ഇതെല്ലാം വളരെ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു വളർന്ന നാടും നാട്ടുകാരെ ഇതെല്ലാം കാണിക്കുന്നത് വളരെ സന്തോഷം. അടുത്ത വർണ്ണാഭമായ ദീപക്കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ ആകാശ കാഴ്ചകളോടുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ ആഘോഷങ്ങൾക്ക് ഒരു സമാപനം കുറിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വൈവിധ്യമാർന്ന പരിപാടികളും എല്ലാം നിങ്ങളുമായിട്ട് ഈ ചാനലിൽ കൂടെ പങ്കുവയ്ക്കാൻ സാധിക്കും എന്നുള്ള ഇതിൽ എന്തായാലും ഇത് കേട്ടിരുന്നതിലും എല്ലാ ആളുകളോടും നന്ദി പറയുന്നു. അപ്പോൾ താങ്ക് യു ഓൾ.